നോവിന്റെയും ഭീതിയുടെയും ഭീകരപർവ്വങ്ങൾ താണ്ടി പ്രതീക്ഷയുടെ പുതുപാഠങ്ങളും ചുമന്ന് കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ തീർത്ത കുന്നുകൾ വകഞ്ഞു നീക്കി തിരിച്ചെത്തുമ്പോൾ തകർന്നടിഞ്ഞ വീടുകളുടെ ശേഷിപ്പുകൾക്കുള്ളിൽ അവരെ കാത്ത് ആ കുറിപ്പുകളുണ്ടായിരുന്നു. മരണം അലച്ചു പെയ്യുന്ന ആകാശത്തിനു കീഴെ മറിഞ്ഞിരുന്ന് ലോകത്തിനെ അതിശയിപ്പിച്ച ധീരയോദ്ധാക്കൾ ബാക്കി വെച്ച് പോയ കുറിപ്പ്. ഞങ്ങൾക്ക് മാപ്പ് നൽകുക, ഞങ്ങളുടെ ക്ഷമാപണം സ്വീകരിക്കുക. ഞങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കയറി, നിങ്ങളുടെ സാധനങ്ങൾ ഉപയോഗിച്ചു, നിങ്ങളുടെ ഭക്ഷണം കഴിച്ചു, നിങ്ങളുടെ വെള്ളം കുടിച്ചു, നിങ്ങളുടെ വസ്ത്രം ധരിച്ചു. ഓരോ കുഞ്ഞുമക്കളുടെയും ധൈര്യമാർന്ന കരച്ചിലുകൾക്ക് ഞങ്ങൾക്ക് മാപ്പ് നൽകുക. ഓരോ നോവിനും ഓരോ അനീതിക്കും സങ്കടങ്ങൾ അരച്ചു പെയ്ത നിങ്ങളുടെ ഓരോ കണ്ണുനീർ തുള്ളിക്കും ഞങ്ങൾക്ക് മാപ്പ് നൽകുക. അള്ളാഹുവാണേ, ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ പോരാടി, ഓരോരുത്തർക്കും നൽകാനാവുന്നതിൻ്റെ പരമാവധി നൽകി. ഞങ്ങൾ കീഴടങ്ങിയില്ല, ഞങ്ങൾ ഉപേക്ഷ കാണിച്ചില്ല, ഞങ്ങൾ വഞ്ചിച്ചിട്ടില്ല, ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല എന്നും കുറിപ്പിൽ പറയുന്നു. ഓരോ വർഷവും നിങ്ങളെ നിങ്ങളുടെ മഹത്വത്തിലേക്കും അന്തസ്സിലേക്കും അടുപ്പിക്കട്ടെ. അള്ളാഹു നിങ്ങളുടെ സ്ഥിരോത്സാഹത്തെയും പ്രതിരോധത്തെയും ക്ഷമയെയും സ്വീകരിക്കട്ടെ. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നമ്മുടെ കൂടിക്കാഴ്ച അൽ-അഖ്സ പള്ളിയുടെ അങ്കണത്തിലായിരിക്കും എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രതീക്ഷയും ഗസൻ ജനതയ്ക്ക് നൽകിയാണ് പോരാളികൾ തങ്ങളുടെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അൽ-ഖസം ബ്രിഗേഡുകൾ ഇസ്രായേൽ ടാങ്കുകളെയും സൈനികരെയും ക്ഷണനേരം കൊണ്ട് ഇല്ലാതാക്കുന്ന നിരവധി വീഡിയോകൾ ലോകം കണ്ടതാണ്. തകർന്ന കെട്ടിടങ്ങളുടെയും മറ്റും മറവിൽ നിന്നുകൊണ്ട് മെർക്കേവ ടാങ്കുകൾ പോലും കാറ്റിൽ പറത്തുന്ന ദൃശ്യങ്ങൾ ലോകത്തെ അമ്പരപ്പിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ദിവസവും അവർ അത്തരത്തിലൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. വെടിനിർത്തൽ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് അവർ നടത്തിയ ആക്രമണത്തിൻ്റെതായിരുന്നു ആ വീഡിയോ.